അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എമ്പുരാൻ എന്ന് പറയുന്ന മോഹൻലാലിന്റെ ഒരു ഫിലിം ഇറങ്ങുകയുണ്ടായി. അത് റമദാൻ 27-നാണ്. ഏറെ മഹത്വമാക്കപ്പെട്ട ഒരു ദിവസത്തിലാണ് എമ്പുരാൻ ഇറങ്ങിയിട്ടുള്ളത്. എന്തിനാണ് റമദാൻ മാസം തന്നെ നോക്കി അതന്നെ അവസാനത്തെ 10-ലെ ഏറ്റവും പുണ്യകരമാക്കപ്പെട്ട ഒരു ദിവസത്തിൽ എന്തുകൊണ്ട് ഈ ഫിലിം ഇറക്കി? ഇത് മുസ്ലിങ്ങളെ വഴിപിഴപ്പിക്കാനല്ലേ ഇത്തരത്തിലുള്ള ഫിലിമുകൾ വന്നിട്ടുള്ളത്? കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെ ആടുജീവിതം എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള മറ്റൊരു ഫിലിം ഒക്കെ, ഈ ആടുജീവിതം എന്ന് പറയുന്ന ഒരു മുസ്ലിം ബേസ്ഡ് ആയിട്ടുള്ള അറേബ്യൻ കഥകൾ പറയുന്ന ആടുജീവിതത്തെ കുറിച്ച് പറയുന്ന ഒരു സിനിമ. ഇതൊക്കെ മുസ്ലിം ജനവിഭാഗത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ലേ ഈ ഫിലിമുകളൊക്കെ ഇറക്കുന്നത്? ഇതിന്റെ പിന്നെ ഒരുപാട് ഹിഡൻ അജണ്ടകൾ ഉണ്ട് എന്ന രീതിയിലൊക്കെ ഒരുപാട് കുറിപ്പുകളും ഒരുപാട് വീഡിയോകളും റിയാക്ഷൻ വീഡിയോകളൊക്കെ കാണുകയുണ്ടായി. സത്യത്തിൽ ഈ വിവാദങ്ങളുടെ ഒക്കെ ആവശ്യമുണ്ടോ? ഒരു മുസ്ലിം എന്ന് പറയുന്നത്, അതിന് എമ്പുരാനാകട്ടെ ലോകത്തിലുള്ള മുഴുവൻ ഫിലിമും റമദാനിൽ ഇറക്കട്ടെ, അവനിക്കുള്ളിൽ ഒരു വിശ്വാസം ഉണ്ടോ, അവനിക്കുള്ളിൽ പടച്ചവനെ പേടിയുണ്ടോ എങ്കിൽ എമ്പുരാനല്ല വേറെ എന്ത് വന്നാലും അവൻ അതിലേക്ക് പോകില്ല എന്നുള്ളതാണ്. എന്നാലും മറിച്ച് ഇത് ഇസ്ലാമിന് രണ്ടാം സ്ഥാനവും പടച്ചവനെ പേടിയില്ലാത്തവരും പേരിൽ മുസ്ലിങ്ങളായിട്ട് നടക്കുന്നവരൊരു പക്ഷേ നമ്മുടെ കൂട്ടത്തിലായിരിക്കും കൂടുതൽ ഉണ്ടാകുക എന്ന് കരുതി അവരൊക്കെ പോകുന്നതിന് നമ്മൾ എന്തിനു ഭയപ്പെടണം? പടച്ചോനെ പേടിയുള്ളവർ, അള്ളാനെ പേടിയുള്ളവർ ആ ഒരു സിനിമയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ട്, അത് ഈ ഒരു പുണ്യമാസത്തിൽ ഒഴിവാക്കലാണ്, കാണാതിരിക്കലാണ് നല്ലതെന്ന് വിശ്വസിക്കുന്നവർ അത് കാണില്ല. അല്ലാതെ വെറുതെ ഈ ഡേറ്റ് എന്ന് പറയുന്നത് ആ ഒരു സിനിമയുടെ നിർമ്മാതാക്കൾ ഉണ്ടാക്കിയ ഡേറ്റ് ആയിരിക്കും. ഇതിന് പിന്നിൽ ഹിഡൻ അജണ്ടകൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയില്ല അവർ ഈ ഇത്തരത്തിൽ റമദാനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇറക്കിയതാണോ അല്ലയോ എന്നൊന്നും. പക്ഷെ അതിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അവരൊരു ഡേറ്റ് കാണുന്നു, ആ ഡേറ്റിൽ സിനിമ റിലീസ് ആവുന്നു. നമ്മൾ പരിശുദ്ധ ഇസ്ലാമിനെ ആവശ്യമില്ലാത്ത അനാവശ്യങ്ങളിലേക്ക് വലിച്ചിഴക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ വിവാദങ്ങൾ വെറുതെ ഉണ്ടാക്കാതെ, നമ്മളെ തന്നെ സ്വയം ഇല്ലാതാക്കാതെ, നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ അനാവശ്യമായിട്ട് ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ യാതൊരു പ്രസക്തിയും ഇല്ല. മുസ്ലിം എന്ന് പറയുന്നത് ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന കൂടുതൽ ആളുകളും അതിന്റെ ഡയറക്ഷൻ ബോർഡിലൊക്കെയുള്ള ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളുണ്ട്. എന്താണ് അതിനർത്ഥം? അത് ശരിയാണോ എന്നതല്ല. കാരണം അവരൊരു പക്ഷേ ഈ ഒരു ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു മതത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ പേരിന് വേണ്ടി മാത്രം കൊണ്ടു നടക്കുന്നവരായിരിക്കും. അല്ലെങ്കിലും അന്യ പുരുഷനും സ്ത്രീകളും കാണുന്നതും, അതുപോലെ തന്നെ പുരുഷ സ്ത്രീകളുടെ ഔറത്തൊക്കെ വെളിവാകുന്ന രീതിയിലുള്ള സിനിമകൾ, അതുപോലെ ഒരുപാട് തെറ്റിലേക്ക് നയിക്കപ്പെടുന്ന ഒരുപാട് സിനിമകൾ, മ്യൂസിക്, അതുപോലെ തന്നെ ഒരുപാട് ഹറാമുകൾ ഒത്തുകൂടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്ന പല സിനിമകളും എന്ന് പറയുന്നത്. അതൊക്കെ ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഡയറക്ടർമാരും അതുപോലെ തന്നെ അതിന്റെ പ്രൊഡ്യൂസർമാരൊക്കെ ഇറക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടേതായിട്ടുള്ള ഇഷ്ടമാണ്. ഇത് ഈ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യമാണല്ലേ. ആർക്കും എന്തും എന്തും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവർക്ക് വേദനിക്കാത്ത തരത്തിൽ എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. ഏത് മതം സ്വീകരിക്കാനും മതത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിച്ച് മതത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമൊക്കെ ഉള്ള നാട് തന്നെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എമ്പുരാനെതിരെ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളൊന്നും നടത്തി നമ്മുടെ തന്നെ വില കളയേണ്ടതില്ല. അവസാനത്തെ പുണ്യമാക്കപ്പെട്ട രാവുകളാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെ പുണ്യം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഹറാമുകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളും നമ്മുടെ പരിസര പ്രദേശത്തിലുള്ള ആളുകളൊക്കെ ഹറാമിനെ വളരെ നിസാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആരാണോ പടച്ചോനിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അത് ഏറ്റവും പുണ്യകരമാക്കപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. കാരണം എല്ലാ സാഹചര്യങ്ങളും ഹറാമിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നുണ്ടോ അതിനുള്ള പ്രതിഫലം നമുക്ക് തരും. ഹറാമിലേക്കൊക്കെ വിട്ടു നിന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അനാവശ്യ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കാരണത്താൽ ഒരിക്കലും ഇസ്ലാമിന്റെ സുന്ദരമായ ഒരു മുഖത്തെ നഷ്ടപ്പെടുത്തരുതേ എന്ന് കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.